മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവല റോഡ് സൈഡിലെ കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു നീക്കുമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകി. ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരികളും വ്യാപാരി വ്യവസായി സമിതിയും. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. റോഡിന്റെ നിർമ്മാണ വേളയിൽ തന്നെ അധികൃതർ ആദ്യം നിർദ്ദേശിച്ചതനുസരിച്ച് വ്യാപാരികൾ കടകളുടെ മുൻഭാഗം പൊളിച്ചു നൽകിയിരുന്നു. എന്നാൽ ഐറിഷ് ഓടിയും ഫുട്പാത്തും അടക്കം നിർമ്മിക്കുന്നതിനായി കടകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. അതോടൊപ്പം റോഡിന്റെ വശങ്ങൾ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവയെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയത്. പല പ്രാവശ്യം കട പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാപാരികൾ സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാത്തതിനാൽ 26/6/2024 ബുധനാഴ്ച പഞ്ചായത്ത് നേരിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടെ ചെറുകിട കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞാനിവിടെ കടയും കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവാണ് ആദ്യം ഇരുന്നത്. 40 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കടയും കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. എന്റെ പട്ടയം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടത്. 2 പേര് തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കുകയാണ്. അവർക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് പട്ടയം കൊണ്ട് പണയം വെച്ചാൽ അതിപ്പോ ജപ്തി നടപടിയിലേക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കടയും കൊണ്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് ഒരു വരുമാനം. എനിക്കൊരു ജോലിക്കോ പണിക്കോ ഒന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എന്റെ മുട്ടിന് തേയ്മാനമായതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. എനിക്ക് കട പഞ്ചായത്തുകാർ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചേക്കുവാണ്. നിത്യവൃത്തിക്കായി ഉപജീവനം നടത്തുന്നവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ നടപടി തുടരാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് ഇതിൽ നിന്ന് പിന്മാറണമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കുന്നതിനെതിരെ ശക്തമായി പ്രതിരോധം സംഘടിപ്പിക്കുമെന്നും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. പെരുമഴ പെയ്യുന്ന ഈ സമയത്ത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ, ഈ ഉപജീവന മാർഗത്തിന് വഴിയില്ലാത്ത ആൾക്കാർ എങ്ങോട്ട് ഇറങ്ങുമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയും മനസാക്ഷി മരവിച്ച പഞ്ചായത്തിന്റെ തീരുമാനം അത് ഇനിയുള്ള അവസരത്തിലാണെങ്കിലും അത് പുനഃപരിശോധിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ്. അഥവാ നാളെ ഇത് പൊളിക്കാൻ വന്നാൽ ഇവിടുത്തെ ഈ പാവങ്ങളായിട്ടുള്ള വ്യാപാരികളും വ്യാപാരി വ്യവസായി നേതാക്കന്മാരടക്കമുള്ളവരുടെ ശരീരത്തിൽ കൂടെ JCB കയറ്റി മാത്രമേ ഇവർക്കിത് പൊളിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങള് ഈ വ്യാപാരികളെ തെരുവിലോട്ട് ഇറക്കി വിടുന്ന ഒരു ഇതിനും കൂട്ടുനിൽക്കുകയില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചാൽ നിരവധി ചെറുകിട കച്ചവടക്കാരാണ് ദുരിതത്തിലാകുന്നത്. വ്യാപാരികൾക്ക് ബദൽ മാർഗങ്ങൾ ഒന്നും നൽകാതെയാണ് നടപടിയിലേക്ക് പഞ്ചായത്ത് കടന്നിരിക്കുന്നത്. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകൾ വ്യാപാരികളിൽ നിന്നും ഈടാക്കുമെന്നും നോട്ടീസിൽ പരാമർശിക്കുന്നു. ഇതോടെ പ്രതിഷേധവും ശക്തമാണ്.